വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബ്രെഡ് ബനാന കോക്കനട്ട് ബോൾസ് ആണ്. 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതായി മുറിച്ചെടുക്കാം. ഇനി അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം. ഇപ്പം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. 10 കാഷ്യൂ നട്ട്സ് ചെറുതായി മുറിച്ചത് ചേർക്കാം. ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് 15 കിസ്മിസും കൂടെ ചേർക്കാം. ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഞാലിപ്പൂവൻ പഴമോ പാളയംകുടം പഴമോ എടുക്കാവുന്നതാണ്. ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നല്ല പഴുത്ത പഴമാണിത്. ഇപ്പം 2 പഴവും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും. ഇപ്പം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡ് ക്രംസ് ചേർക്കാം. നേരത്തെ ചൂടാക്കിയ തേങ്ങ, കാഷ്യൂനട്ട്, കിസ്മിസ് ചേർക്കാം. 4 ഏലക്കായ പൊടിച്ചത് ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കൈകൊണ്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. നമുക്ക് ആ പഴമൊക്കെ ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇപ്പൊ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നാരങ്ങ വലുപ്പത്തിലുള്ള ഓരോ ബോളുകളാക്കി എടുക്കാം. ഈ ഷേപ്പിൽ ഓരോ ബോളുകളാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഓരോ ബ്രെഡ് ബനാന ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അകമൊന്നും വേവില്ല. നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് പുറത്ത് നല്ല ക്രിസ്പിയും പഴവും തേങ്ങ ഇട്ടിരിക്കുന്നതുകൊണ്ട് അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണിത്. ഒരു സൈഡ് മൊരിയുമ്പോൾ മറിച്ചിടാം. ഇങ്ങനെ 2 സൈഡും നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ നല്ല പഴത്തിന്റെയും ഏലക്കായുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി വെക്കാം. ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും എണ്ണയൊന്നുമില്ല നമ്മുടെ ബ്രെഡ് ബനാന ബോൾസിൽ. ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഊറ്റി വെച്ചത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ബ്രെഡ് ബനാന കോക്കനട്ട് ബോൾസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.